ഒക്കെ കണക്ക് കൂട്ടി അങ്ങനെയൊക്കെ വലിയൊരു സംഭവമായിട്ട് അങ്ങനെ കാണും. ഇതിന് രോഗങ്ങൾ മറ്റ് പല പ്രശ്നങ്ങൾ ഇതിനായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെ ഒരാൾ വേഗം വന്നിട്ട് പശുഫാമ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, സത്യസന്ധമായ മറുപടി, നിങ്ങൾ ആദ്യം പോയിട്ട് ഒരു ഫാമിൽ പോയിട്ട് ഒരു മാസം ചെയ്യൂ. കൃത്യം പശുവിന്റെ ചാണകം വാരലും പശുവിനെ കുളിപ്പിക്കലും പുല്ലരിയലും കറക്കലും എല്ലാം ചെയ്ത് ഒരു മാസം നിന്നിട്ട് നിങ്ങൾക്ക് ആ മേഖല തൃപ്തികരാണെന്നും ഇത് ഇതിനെക്കൊണ്ട് സാധിക്കുമെന്നും തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ആ, മറ്റേ ഈ ഫാമുമായിട്ട് മുമ്പോട്ട് പോകാൻ പറഞ്ഞു. ആ കൃഷിക്കാരൻ അത് ഇത്രയും കേട്ടപ്പോൾ തന്നെ ആ പരിപാടി അവിടെ ഉപേക്ഷിച്ച് പോവുകയുണ്ടായി. കാരണം ശരീരം വേർത്ത്, കാരണം നമ്മൾ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ ഈ പശുഫാമ് നടത്തുന്ന ഒരാളും തടിച്ച ഒരാളുണ്ടാവില്ല. ഒരു ഫാറ്റി ലിവറും ഉണ്ടാവില്ല, ഒരു പ്രഷറും ഉണ്ടാവില്ല, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം അവൻ്റെത് ശരീരത്തിലേക്ക് എന്തെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ഈ കഠിനാധ്വാനം കൊണ്ട് അത് മുഴുവൻ ഊറ്റിപ്പോവുകയാണ്. മെലിഞ്ഞവരല്ലാണ്ട് തടിച്ചവരുണ്ടെങ്കിൽ